ഹായ്. ഇന്ന് ഞാൻ വൈകുന്നേരങ്ങളിലൊക്കെ പെട്ടെന്ന് തന്നെ 5 മിനിറ്റിൻ്റെ ഉള്ളിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു ക്രിസ്പി ആയിട്ടുള്ള സ്നാക്കായിട്ടാണ് വന്നിട്ടുള്ളത്. കോളിഫ്ലവർ പക്കോട. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഒരു ബൗളിലേക്ക് 4 ടേബിൾ സ്പൂണ് കടലപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ ചേർത്തിട്ടുണ്ട്. കടലപ്പൊടി എത്ര എടുക്കുന്നുണ്ടോ അതിൻ്റെ നേരെ പകുതി കോൺഫ്ലവർ എടുക്കുക. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ പത്തിരി പൊടിയാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ എരിവുള്ള മുളക് പൊടി തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഒരു കളറിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുക. ഇത് ഞാനിപ്പോൾ 1/4 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല തിക്കായിട്ടുള്ളൊരു ബാറ്റർ ഉണ്ടാക്കിയെടുക്കുക. ഇതിലേക്ക് ഇനി 1 പിഞ്ച് ബേക്കിംഗ് സോഡ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ബേക്കിംഗ് സോഡ ചേർക്കണമെന്ന് ഒരു നിർബന്ധമില്ല, കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് മാവ് കലക്കിയെടുക്കാനായിട്ട്. അധികം തിക്കും അല്ല, എന്നാൽ അധികം ലൂസും അല്ല, അങ്ങനെ വേണം ഇത് കലക്കിയെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് കോളിഫ്ലവർ ചേർത്ത് കൊടുക്കുക. ഇത് ഞാൻ കുറച്ച് ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് നല്ല ചൂടുവെള്ളത്തിൽ കുറച്ച് സമയം ഇട്ട് വെച്ചതാണ്. ഇത് ചെറിയൊരു കോളിഫ്ലവർ ഉണ്ട്, അത് തണ്ടോട് കൂടി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഈ മാവുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ ഇതുപോലെ മിക്സ് ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് ഒന്ന് മാറ്റി വെച്ചാൽ നല്ലതായിരിക്കും. ഈ മസാലയൊക്കെ നല്ലോണം ഒന്ന് പിടിച്ചു കിട്ടും, ഉപ്പും മുളകൊക്കെ. അല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് ഫ്രൈ ചെയ്യാം. ഇപ്പം ഞാനൊരു പാനിൽ കുറച്ച് ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓരോന്നായിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. എല്ലാം കൂടി ഒന്നിച്ചിട്ടിടണ്ട, അപ്പോൾ ഇതൊക്കെ പറ്റി പിടിച്ചിട്ട് ഇതിൻ്റെ മാവൊക്കെ പൊളിഞ്ഞു പോകും. ഇതുപോലെ ഓരോന്നായിട്ടിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 2 സൈഡും ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇത് ഞാൻ ഡബിൾ ഫ്രൈ ചെയ്യുന്നുണ്ട്, ഒന്നുകൂടി ഒന്ന് ക്രിസ്പി ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റോളം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. കോളിഫ്ലവർ മുറിച്ചെടുക്കുന്ന സമയത്ത് അധികം വലിയ പീസാക്കാണ്ട് കുഞ്ഞു പീസാക്കിയാൽ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. ഇനി നമുക്കിത് ഓയിലിൽ നിന്ന് കോരി മാറ്റാം, എന്നിട്ട് ബാക്കിയുള്ളത് കൂടി ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഞാൻ ഈ ഓയിലിലേക്ക് ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പിലയും പിന്നെ ഒരു 3 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കുന്നുണ്ട്. ഇത് ഞാൻ ഡബിൾ ഫ്രൈ ചെയ്യുന്നതിൻ്റെ മുമ്പായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് നമുക്ക് വേണമെങ്കിൽ ഫസ്റ്റ് ഫ്രൈ ചെയ്യുമ്പോൾ ഒക്കെ തന്നെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഓയിലിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കോളിഫ്ലവർ ചേർത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നല്ല ക്രിസ്പി ആകുന്നവരെ ഒരു 1-2 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇതിപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓയിലിൽ നിന്ന് മാറ്റാം. അങ്ങനെ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള കോളിഫ്ലവർ പക്കോട റെഡി ആയിട്ടുണ്ട്. വൈകുന്നേരമൊക്കെ നല്ല ചൂട് ചായൻ്റെ ഒക്കെ സോസും കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.